മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടാണ് സ്വർഗെന്നും സ്വർഗത്തിന്റെ നടുവിലെ വാതിൽ വാപ്പയാണ് എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മാതാപിതാക്കൾ മക്കളെ അംഗീകരിച്ച് കിട്ടാൻ 10 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഉമ്മാനോടും വാപ്പാനോടും സലാം പറയണം എന്നതാണ്. നമ്മൾ പറയലുണ്ട്, ഇല്ലാത്തതല്ല, ഒന്നുകൂടി ഉഷാറാക്കണം പറച്ചിൽ. നേരത്തെ പഴയ കാലത്ത് മാതാപിതാക്കളോട് സലാം പറയുന്ന ആൾക്കാർ കുറവായിരുന്നു. ഇപ്പോൾ സലാം പറയുന്നവർ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് കൊണ്ട് നമുക്ക് കുറേ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറേ ലാഭമുണ്ട്. ആയിപ്പെട്ടതാണ് സലാമിനൊരു കുറവുമില്ല, ഇൻഷാ അല്ലാഹ്ക്ക് ഒരു കുറവുമില്ല, മാഷാ അല്ലാഹ്ക്ക് കുറവില്ല, സുബ്ഹാനല്ലാഹ്ക്ക് കുറവില്ല എന്നത്. അപ്പം അതുകൊണ്ട് കുറേ നല്ല കാര്യങ്ങളുണ്ട്, നമ്മളത് അംഗീകരിക്കണമല്ലോ. അപ്പോൾ ഒന്ന് മാതാപിതാക്കൾക്ക് സലാം പറയുക എന്നതാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. സഹാബത്തെ, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടാവാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞേരി നബി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങൾക്ക് പരസ്പരം പറയാനുള്ളതാണ് സലാം കേട്ടോ. അസ്സലാമു അലൈക്കുന്നും വഅലൈക്കും അസ്സലാം എന്നും മുഅ്മിനീങ്ങൾക്ക് പരസ്പരം പറയാനുള്ളതാണ്, അല്ലാത്തവർക്ക് പറയാനുള്ളതല്ല. എന്തുകൊണ്ടാണ് അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല എന്ന് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, അസ്സലാമു എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ് അർത്ഥം. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നാണ്. രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആരോട് പറഞ്ഞാലും ഇപ്പം എന്താ കുഴപ്പമെന്ന് നമുക്ക് ചിലപ്പം തോന്നും. പക്ഷേ സലാം എന്ന് പറഞ്ഞാൽ രക്ഷയാണ്, അസ്സലാം എന്ന് പറഞ്ഞാൽ രക്ഷയല്ല. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം രക്ഷയാണെന്നേ ഉള്ളൂ, അതുകൊണ്ടുള്ള ഉദ്ദേശം രക്ഷയല്ല. ഉദാഹരണം പറയാം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നാണ്, അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവർത്തികളും ഉണ്ടായാൽ മാത്രമേ അസ്സലാത്ത് ആവുള്ളൂ. അസ്സലാത്തു ജാമിയ എന്ന് പറയും, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയും. ദ്വാരനാ പോരാ, നിസ്കരിച്ച് തന്നെ വേണം. എന്നാ വാക്കിന്റെ അർത്ഥം ദുആ എന്നാണ്. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെന്നാല് പ്രയർ ഹാൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ദ്വാരക്കാനുള്ള സ്ഥലം എന്നല്ല, നിസ്കരിച്ചാനുള്ള സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പ്രയർ എന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ ഇംഗ്ലീഷ് അല്ല, അസ്വലാത്തിന്റെ ഇംഗ്ലീഷാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്ക എന്നാണ്. അതേസമയത്ത് അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവർത്തികളും ഉണ്ടായിരിക്കണം. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ബസ് കയറിയപ്പോ സീറ്റൊന്നുമില്ല, കമ്പിമ പിടിച്ചാണ്ട് അവിടെ നിന്നു, സൗമാവൂല. സൗം ആവണമെങ്കിൽ നിയ്യത്തോടുകൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കണം, അപ്പോഴേ സൗമാവുള്ളൂ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ കരിച്ചു കളയാന്നാണ് അർത്ഥം. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയാന്നാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ കഴുകി നേരാക്കുക എന്നാണ്. ഒരാള് നല്ലൊരു 100 എടുത്താണ്ടാണ് കഴുകി, ആ ഞാൻ സക്കാത്ത് കൊടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കാണ് സാങ്കേതിക പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ എല്ലാ പ്രയോഗങ്ങളും സാങ്കേതിക പ്രയോഗങ്ങളാണ്. ഇസ്ലാമിലെ പ്രയോഗങ്ങളൊക്കെ സാങ്കേതിക പ്രയോഗങ്ങളാണ്, വാക്കർത്ഥല്ല. ശരിക്ക് അദാൻ എന്ന് പറഞ്ഞാൽ സമ്മതം കൊടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളിവിടെ പള്ളിയിൽ മുക്കിറിനെ ഏൽപ്പിക്കുന്നത് സമ്മതം കൊടുക്കാനല്ല, വാങ്ങൊടുക്കാനാണ്. അദാൻ അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകൾ നിസ്കാരത്തിന്റെ സമയമായാൽ വിളിച്ചു പറയുന്നതിനാണ് അദാൻ എന്ന് പറയാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വാക്കർത്ഥമല്ല, സാങ്കേതിക പ്രയോഗങ്ങളാണ്.
അങ്ങനെ വരുമ്പോൾ അസ്സലാം എന്നാൽ എന്താണ് എന്ന് മനസ്സിലായാൽ എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങളോട് പറയാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാവും. അസ്സലാം എന്ന് പറഞ്ഞാൽ അതൊരു വീടിന്റെ പേരാണ്. ദാറുസ്സലാം എന്ന് പറയുന്ന ഒരു വീടുണ്ട്, അത് സ്വർഗ്ഗമാണ്. അസ്സലാമു എന്ന് പറഞ്ഞാൽ അതിന്റെ സാരുകയും ദാറുസ്സലാം എന്ന സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്നതിന്റെ അർത്ഥം. നിലവിലുള്ള ഈമാനിൽ തുടരുക എന്നത് നിലവിൽ ഈമാനുള്ളവർക്കേ പറ്റുള്ളൂ, അല്ലാത്തവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് മുസ്ലിമിനോട് മാത്രമാണ് പറയേണ്ടത് എന്ന് പറയാനുണ്ടായ കാരണം. അപ്പൊ അതിന്റെ വാക്കർത്ഥം വെച്ചതാണ് നമുക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം. വാക്കർത്ഥം അതല്ല, സാങ്കേതികമായ അർത്ഥമാണ് വേണ്ടത്. നിലവിലുള്ള ഈമാനിൽ തുടർന്ന് മരണം വരെ തുടർന്ന് ഈമാനോടുകൂടെ മൗത്തായി ദാറുസ്സലാം എന്ന സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നിലവിൽ ഈമാനുള്ള ആൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് മൂമിനോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാണ്ടായ കാരണം. അപ്പൊ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാവാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞു തരീ എന്ന് പറഞ്ഞവ പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കലാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്നേഹബന്ധം നിലനിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സലാം പറയൽ. മാതാപിതാക്കളുമായുള്ള ബന്ധം നിലനിൽക്കാൻ ആദ്യം വേണ്ടത് അവരോട് സലാം പറയണം. പോകുമ്പോഴും പറയണം, വരുമ്പോഴും പറയണം, കണ്ടുമുട്ടുമ്പോൾ പറയണം. സലാം പറയാനായിട്ട് ഫോൺ ചെയ്യണം. എന്തിനാ വിളിക്കണത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സലാം പറയാലോ വെച്ചിട്ട് വിളിച്ചതാണ് ഗൾഫിൽ നിന്ന്. ഉമ്മാക്കും ബാപ്പാക്കും സലാം പറയാനായിട്ട് വിളിക്കുക. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ കാര്യം സലാമാണ്. രണ്ടാമത്തെ കാര്യം സ്വകാര്യതയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഏത് രണ്ടാളുകളും സ്വകാര്യതയിൽ പരസ്പരം ദുആ ചെയ്താൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധം സുദൃഢമാകുമെന്നാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി ഭർത്താവ് അറിയാതെ തോരുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യ അറിയാതെ തോരുന്നു. സ്നേഹബന്ധം ഉറക്കും. നമ്മളിന്ന് ദ്വാരക്കണത് വരെ ലൈവ് കൊടുക്കും, അങ്ങനെയാണ് നമ്മളെ പരിപാടി. അതില്ലാതെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വകാര്യതയിൽ ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും അയൽവാസിക്ക് വേണ്ടി കമ്മിറ്റിക്കാര് തങ്ങളുടെ കീഴിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റുള്ള ആളുകൾക്ക് വേണ്ടി ഉസ്താദ് ശിഷ്യന്മാർക്ക് വേണ്ടി ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്താൽ അവർ തമ്മിൽ ഖൽബിന്റെ അടുപ്പം കൂടും. നേതൃസ്ഥാനത്തുള്ള ആള്, സദറുസ്താദ്, പ്രിൻസിപ്പാള്, കീഴിലുള്ള ജോലിക്കാർക്ക് വേണ്ടി മാനേജർ, കീഴിലുള്ള ജോലിക്കാർക്ക് വേണ്ടി സ്വകാര്യമായിട്ട് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുമെന്നാണ്. ഉമ്മാന്റെയും വാപ്പാന്റെയും സ്നേഹം കിട്ടാൻ അവർക്ക് വേണ്ടി സ്വകാര്യതയിൽ ദുആ ചെയ്യണം.